ലോകമെമ്പാടുമുള്ള ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതിഥിയുടെ അതിഥിയെ. മൈക്കിന്റെ എത്ര ഉള്ളു കേട്ടോ. ഷനന്യ പാടുവോ ചേച്ചി പോലെ? ഞാൻ കുറച്ച് പാടും. പാടും, എന്നാ പിന്നെ കുറച്ചൊന്നും പാടും. അത് പാടിയപ്പോ വേറൊരാളാ. ഇതൊന്ന് മെറ്റമോർഫോസിസ്. ഇതെങ്ങനെ പറ്റുന്നു? ഇതെനിക്ക് പറ്റും. ടൈറ്റിൽ വിന്നറാ സൺ സിംഗറിന്റെ. സൺ സിംഗറിന്റെ വിന്നറാണോ? ആണോ? നമുക്കൊരു സെലിബ്രിറ്റിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. லவ் பண்ண தோன்ற என்ன பண்ண முடியும்? லவ் பண்ணணும். ஐயோ ஐ ലവ് യു. പ്രിയപ്പെട്ട ടോപ്പ് സിംഗേഴ്സിന്റെ പ്രേക്ഷകർ ഇതിന്റെ അഭിപ്രായം ഞങ്ങളെ എഴുതി അറിയിക്കണം. കുട്ടിത്തത്തിന്റെ പൂക്കാലവുമായി ഇതാ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറി, മെഡിമിക്സ് ഹാൻഡ്മെയ്ഡ് സോപ്പ് ആൻഡ് ലയൺ കാശ്മീർ ഹണി. കോസ്മെറ്റിക് പാർട്ണർ ഐടെക്സ് ഡാസ്ലർ, ലുമിനസ് ലിക്വിഡ് മേക്കപ്പ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. എം ജി സർ വെൽക്കം. എം ജി സർ വെൽക്കം. സിതാര ചേച്ചി, നമ്മുടെ പ്രിയപ്പെട്ട ഉർവശി ചേച്ചി വെൽക്കം. ഉർവശി ചേച്ചി, നമ്മുടെ കുട്ടി പാട്ടുകാരുടെ പാട്ടൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു? അയ്യോ, എനിക്ക് എപ്പോഴും എൻ്റെ ദൗർബല്യമാണ് കുഞ്ഞുങ്ങൾ. കാരണം നമ്മൾ നമ്മുടെ ബാല്യത്തിലേക്ക് പോവുകയും നമ്മൾ വീണ്ടും കുഞ്ഞാവുകയും ചെയ്യുന്നതാണ്. അപ്പം എല്ലാ കുട്ടികളുടെ പ്രോഗ്രാമും കുട്ടികളുമായിട്ട് സംഗമിക്കുന്ന എല്ലാം എനിക്കിഷ്ടമാണ്. ഇവിടെ വന്നിട്ട് തീരെ ചെറിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ, പാടുന്ന കാണുമ്പോൾ എനിക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ശ്രദ്ധ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ തിരിക്കും. ഇത്രയും കഴിവുള്ള കുട്ടികളെ ഫ്ലവേഴ്സ് തീർച്ചയായിട്ടും അതിനായിട്ടുള്ളൊരു പെയിനും സ്ട്രെയിനും എടുത്തിട്ടുണ്ടാവും. ഓരോ കേരളത്തിലുള്ളവർ മാത്രമല്ല, മറ്റ് പല പ്രദേശത്തു നിന്നും വരുന്നുണ്ട്. ആ ഒരു കഠിനാധ്വാനത്തിനുള്ള ഫലം തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിനുണ്ടാകും. ഒരുപാട് വ്യൂവേഴ്സ് കാണുന്ന പ്രോഗ്രാമായിരിക്കും. കാരണം കുട്ടികളുടെ ഇത്രയും കഴിവുള്ള കുട്ടികളുടെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത് കുടുംബങ്ങളിരുന്ന് കാണും. എനിക്ക് അത്രയും സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൽ എപ്പോഴൊക്കെ വരാൻ സാധിക്കും അപ്പോഴൊക്കെ വന്നത് കേൾക്കണമെന്നുള്ളതാണ് ആഗ്രഹം. ഇത്രയും നേരം നമ്മുടെ മനസ്സിൽ യാതൊരു കൊനിഷ്ടവും ഇല്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും സമയം ലോകത്തെ യാതൊരു നുണയും കൊതിയെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അപ്പം നമുക്ക് ഒരു പ്രസരിപ്പും കുറച്ചുകൂടെ ഒരു എന്താ പറയുക, നമ്മൾ യങ് ആവും. സോ എനിക്കിഷ്ടപ്പെട്ടു.
നന്നായി വരട്ടെ, എല്ലാ കുട്ടികളും നന്നായി. ഈ സ്റ്റേജിൽ, അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ 3 റൗണ്ട്സ് ആണുള്ളത്. ദേവരാജൻ മാസ്റ്റർ ഹിറ്റ്സ്, പെർഫോമൻസ് റൗണ്ട്, ഫേവറേറ്റ് റൗണ്ട്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ പവർഡ് ബൈ ചുങ്ക ജ്വല്ലറി ആൻഡ് ലയൺ കാശ്മീർ ഹണിയിൽ ഇനി നമുക്ക് ഒരുപാട് പരിചിതമായ അതിഥി. എന്താണ് ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചോ? കുറേ പേര് വിളിച്ചു എന്നെ. എനിക്കറിയാത്ത സ്ഥലങ്ങളിൽ എല്ലാവരും വിളിച്ചു. അവരെല്ലാവരും പറഞ്ഞു തരുന്നു യു ആർ സിംഗിങ് വെരി വെൽ, ഇങ്ങനെ തന്നെ നെക്സ്റ്റ് റൗണ്ട്സിൽ പാടണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അല്ലേ? സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ ദേവരാജൻ മാസ്റ്റർ റൗണ്ടിന് ശ്രാവണ ചന്ദ്രിക എന്ന് പറഞ്ഞ പാട്ടാണ് പാടാൻ പോകുന്നത്. ഈ പാട്ട് എൻ്റെ അച്ഛനെ സെലക്ട് ചെയ്ത് തന്നത്. അച്ഛന് ഇങ്ങനെ വലിയ ലിസ്റ്റ് ഓഫ് പാട്ടുകളുണ്ട്, അപ്പോൾ അതിന്ന് വൺ ഓഫ് ദ ബെസ്റ്റാണ് ഈ പാട്ട്. അപ്പോൾ എനിക്ക് ടോട്ടൽ കോൺഫിഡൻസ് ഉണ്ട് ദാറ്റ് ഞാൻ നന്നായിട്ട് പാടുമെന്ന്. ആൻഡ് നിങ്ങളെല്ലാവരും എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പാടിയിട്ട് വരാം. ശ്രാവണചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. അതായത് ശ്വാസം എടുക്കേണ്ട അത് മനസ്സിൽ വെക്കണം. വരിയുടെ ഇടയിൽ നമ്മുടെ വരികൾ ഇങ്ങനെ കട്ടിന്ന് പോലെ ശ്വാസം എടുക്കരുത്. പല്ലവിയുടെ എൻ്റെ പാട്. ശ്രാവണചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചുടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. അത് ഒന്നിച്ചു വരണം. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ കഴിഞ്ഞിട്ട് ശ്വാസം എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഡു ഇറ്റ്. അതുപോലെ ചരണത്തിലും ഒന്ന് ആലോചിച്ചിട്ട് ഇടയ്ക്ക് കട്ട് ചെയ്തത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുന്ന പോലെ ഉണ്ടാവും. ഓക്കെ. ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചുടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചുടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. അന്നതു ഞാൻ വായിച്ചു, വന്നു കണ്ടു കീഴടക്കി, കിളി പുഷ്പമാക്കി. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചുടി
ആകത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ചന്ദ്രിക പൂച്ചോദിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആകത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ഓക്കെ. എന്താണിത്? നന്നായിരുന്നോ? സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊക്കെ ഇപ്പൊ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം അതിഥിയാണ് ഇപ്പൊ. അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ട്. സോ ഹൗ ഡു യു ഫീൽ? ഫീൽ വെരി ഹാപ്പി. ടോപ്പ് സിംഗറിൽ ഇങ്ങനെ ഒരു അതിഥിയാവാൻ ഞങ്ങളുടെയൊക്കെ വെരി ഓൺ അതിഥി ആട്ടോ ഇപ്പൊ. യെസ്, ജഡ്ജസ് പറയൂ. അതിഥി, ഞാൻ അങ്ങ് ലയിച്ചിരിക്കുക. മനോഹരമായിട്ട് പാടിയത്, നല്ല ലയത്തോടു കൂടി പാടി. കുറച്ച് ബ്രെത്ത് കൺട്രോളിൽ കുറച്ച് വരാനുണ്ട്. അത് വന്നോളും, അതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല. അത് നമ്മൾ ആലോചിക്കുമ്പോഴാണ് അത് പ്രശ്നം, ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല. എന്തായാലും എനിക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഗുരുനാഥൻ ദേവരാം മാസ്റ്ററും വയലാറും ഞാൻ നമിക്കുന്നു. കാരണം എന്താ പറഞ്ഞാൽ അവരുടെയൊക്കെ ഒരു നഷ്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴേ അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരെ അല്ലേ നമുക്കെല്ലാം കാണാപ്പാടമാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരെ. അപ്പോൾ ഇതിനകത്തുള്ള ആ അർത്ഥവത്തായിട്ടുള്ള ആ വരികളും അതിൻ്റെ ട്യൂണും അതിൻ്റെ ബീജിയും ഒക്കെ കേട്ട് പിന്നെ ഒപ്പം അതിഥി പാടുന്നതോടെ കേട്ടപ്പോഴത്തേക്ക് സത്യം കണ്ണു നിറഞ്ഞു പോയി. കാരണം ആ ഒരു സെലക്ഷൻ, നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടി. എനിക്കൊന്നും പറയാനില്ല. കാരണം നമ്മുടെ അതിഥിയാണ്, അതിഥിക്കുട്ടിയാണ്. കാരണം അതിഥി ഇനിയും നന്നായിട്ട് പാടാൻ ശ്രമിക്കുക. പക്ഷെ നന്നായിരുന്നു, ഇത് സെലക്ഷൻ നന്നായിരുന്നു. എനിക്ക് എന്തൊക്കെയോ ഓർമ്മകൾ വന്നു. കാരണം പഴയ ഓർമ്മകളും എല്ലാം എന്തൊക്കെയോ വൈബ്രേഷൻസ് ഉണ്ട്. താങ്ക് യു. എനിക്ക് അത്ഭുതമാണ് പലപ്പോഴും തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവർക്ക് ഈശ്വരൻ കൊടുത്തിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ. അപ്പോൾ അതിഥി അത്തരത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു മ്യൂസിക്കിന്റെ ഗിഫ്റ്റുള്ള കുട്ടിയാണ്. You are a talent to reckon with, for sure. അതിൽ നമ്മളത് മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ഇത് പാടുമ്പോൾ എനിക്ക് ഒരു സജഷൻ പറയാനുള്ളത്, യു ഷുഡ് സെറ്റിൽ ഡൗൺ ഇൻ ടു ദ സോങ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നത്, അതായത് ഡു യു ഗെറ്റ് മീ വാട്ട് ഐ ആം സേയിങ്? ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. അതൊക്കെ ഒരുപാട് സംഗതിയുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് അതിനെ അവതരിപ്പിച്ചു. അത് മാസ്റ്റർ ഇട്ടിരിക്കുന്നതിനകത്ത് ആ വിരിഞ്ഞു എന്ന് പാടിയില്ലേ, വിരിഞ്ഞു, അത് ആ ഒരു ഭാവം എന്ന് പറയാൻ, ആ രാഗത്തിന്റെ എസൻസ് ആണ് അവിടെ കൊണ്ടുവന്നത്. എന്നാ ഇട്ടിരിക്കുന്നു, നീ പാടിക്കോ എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ആ പല്ലവിയുടെ സെക്കൻഡ് ലൈൻ മാത്രം അങ്ങനെ ഒന്ന് പാടൂ. കുറച്ചുകൂടി ഈസി ആയിട്ട്, ആ ശ്വാസം കൂടുതൽ കേൾപ്പിക്കാതെ പാടൂ. ശ്രാവണ ചന്ദ്രിക പൂച്ചോടിച്ചു,
ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ കഴിഞ്ഞിട്ട് ശ്വാസം വേണം. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. അങ്ങനെ പാടുമ്പോഴത്തേക്കും ഇപ്പൊ കണ്ടോ, എത്ര നേരത്തെ പാടിയേക്കാളും എത്ര സുന്ദരമാണ് ആ പാട്ട് തന്നെ, എത്ര സുന്ദരിയായി അല്ലേ? അപ്പൊ നമ്മുടെ ആ പാട്ടിനെ ഒരുപാട് സുന്ദരിയാക്കി മാറ്റണം നമ്മൾ പാടി. ഓക്കെ, അപ്പോൾ ഈ ടിപ്സ് വെച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഇതിനേക്കാൾ ഗംഭീരം എൻ്റെ അടുത്ത് പറയണം. ഞാൻ ഇങ്ങനെ പാടുന്ന കണ്ടോ, ഞാൻ ശ്വാസം എടുത്ത് ഇങ്ങനെയല്ലേ സർ, കണ്ടോ, ഐ എം ഏബിൾ ടു ഡു ഇറ്റ് എന്ന് പറയണം. ഓക്കെ, ബ്യൂട്ടിഫുൾ സെലക്ഷൻ, മനോഹരമായിട്ട് പാടി. സാർ ഇപ്പോൾ ഒരു ഭയങ്കര വലിയ ടിപ്പാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അതിഥിക്ക്. പിന്നെ വെറുതെ ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞോട്ടെ. അതിഥി ഇപ്പോൾ ശ്വാസം എടുക്കണത് കണ്ടത് വെച്ചിട്ട് പറയുകയാണ്, എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞു തന്ന കാര്യം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വലിക്കില്ലേ, അതിങ്ങനെ ഷോർട്ട് ബ്രീത്ത് എടുക്കുക പറയും. ഇവിടുന്ന് ഇങ്ങനെ ചെറിയ ശ്വാസം എടുക്കുക. അപ്പോൾ ചിലപ്പോൾ എന്താ വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ എയർ ഉള്ളിലേക്ക് പോവും എന്ന് വലിക്കുമ്പോൾ. അപ്പോൾ അടുത്ത ലൈൻ പാടുമ്പോൾ സഫക്കേറ്റ് ചെയ്യും നമ്മളിങ്ങനെ. അതിഥി കുറച്ചും കൂടി മുതിർന്ന കുട്ടിയായതുകൊണ്ടാണ് ഇത് പറയണേ. കുഞ്ഞു വാവകളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സഫീഷ്യൻ്റ് ആയിരുന്നതിനേക്കാൾ ആ അടുത്ത വരി പാടാൻ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ എയർ ഉണ്ടായിരിക്കും ലങ്സിൽ. അപ്പോൾ അതൊരു പ്രാക്ടീസാണ്. എനിക്ക് തോന്നുന്നു ടോപ്പ് സിംഗറിൽ പോകെ അങ്ങനത്തെയൊക്കെ പ്രാക്ടീസ് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ടാവും അല്ലേ? അപ്പം ഇവിടേക്ക് പുറത്തേക്ക് പോകുമ്പോഴേക്കും അതിലൊക്കെ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരായിട്ട് മാറട്ടെ. നല്ല മിടുക്കിയായിട്ടുള്ള പാട്ടുകാരിയാണ് അതിഥി. ടോപ്പ് സിംഗറിൻ്റെ അസറ്റ് തന്നെയാണ് അതിഥി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട്. നല്ലോണം പ്രാക്ടീസ് ചെയ്ത് ഭംഗിയായിട്ട് പാടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പഴയ ഷീലാമ്മയുടെ സിനിമയായത്. അപ്പം അഭിനയത്തിന് പഴയ ഡയറക്ടേഴ്സൊക്കെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ നേരത്ത് നമ്മളോട് പറയും ഷീലാമ്മയുടെയും ഭാരതിയമ്മയുടെ ഒക്കെ പടങ്ങളിട്ട് കാണണമെന്ന് പറയും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പലതവണ കണ്ടിട്ടുള്ളൊരു സിനിമയായത് ഒരു പെണ്ണിൻ്റെ കഥ എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ ഏകദേശം ഒരു പാറ്റേൺ വർത്തമാനകാലം എന്നൊരു സിനിമ ഞാൻ അഭിനയിച്ചു. അപ്പോൾ എനിക്ക് ഒത്തിരി കേട്ടിട്ടുള്ള പാട്ടുമാണ്. അപ്പോൾ നമുക്കൊന്നിങ്ങനെ സംഗീതത്തെക്കുറിച്ച് ഇങ്ങനെ ആധികാരികമായിട്ടൊന്നും പറയാൻ അറിഞ്ഞൂടാ. പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടിലൊരു വ്യത്യാസം വന്ന് മനസ്സിലാവും അല്ലേ? എനിക്ക് പി സുശീലാമ്മ ഏറ്റവും ഇഷ്ടമുള്ള ഗായികയാണ്. സുശീലാമ്മയുടെ പാട്ടുകൾ ധാരാളം കേൾക്കുക. അപ്പോൾ അക്ഷരശുദ്ധിയും ഈ പറഞ്ഞ ഇവർ ഗുരുക്കന്മാർ പറഞ്ഞ പല കാര്യങ്ങളും അതിനകത്തുനിന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാവും. എവിടെയാണിത് വേണ്ടത്, എവിടെയാണത് വേണ്ടതെന്നൊക്കെ വളരെ പക്കായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ഒരു ആസ്വാദക എന്നുള്ള നിലയ്ക്ക്. പിന്നെ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുക, ഏറ്റവും നല്ല മാർഗം പ്രാണായാമമാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പാട്ട്. എല്ലാ നന്മയും ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഗ്രേഡ് അറിയണ്ടേ? പക്ഷേ ഗ്രേഡ് പറയുന്നതിന് മുമ്പ് അതിഥിക്ക് ഒരു അതിഥിയുണ്ട് ഇവിടെ. അതിഥിക്ക് ഇനിയൊരു അതിഥി ഇരിക്കുങ്ക, വൺ മോർ അതിഥി. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതിഥിയുടെ അതിഥി. അനിയത്തിയാണോ? കൊള്ളാം, മൈക്കിന്റെ അത്ര ഉള്ളു കേട്ടോ. മുമ്പിടി കുട്ടിയാണല്ലോ. പേരെന്താ മോളെ? എന്റെ പേര് അനന്യ. അനന്യ. അതിഥി അനന്യ. ഇനി ആരൊക്കെ ഉണ്ട്? നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. എന്തായാലും അനന്യ അടികൂടാൻ വരത്തില്ല അതിഥിയുടെ അടുത്ത് പേടിച്ചിട്ട്. ആണോ? അടികൂടുവോ? കുറച്ചൊക്കെയോ? അതിഥി അനന്യ ഒന്നും കഴിക്കത്തില്ലേ? ആഹാരം കഴിക്കത്തില്ലേ? ജങ്ക് ഫുഡ് ഒക്കെ കഴിക്കാണ്ടിരിക്കാൻ അവര് തരുന്ന ഫുഡ് ബനാനയാണെങ്കിൽ ഞാൻ ബനാന കഴിക്കും. ബനാന ഇഷ്ടമാണ്, അതാണ് എന്റെ ഫേവറേറ്റ്. ബനാന മാത്രം. ഏത്തപ്പഴമാണ് ഇഷ്ടം? ഓൺലി വൺ. ഒരു ദിവസം ഒരെണ്ണം അല്ല, ഒരു ദിവസം എല്ലാ ദിവസവും ഒരെണ്ണം. തനഞ്ഞ പാടുവോ ചേച്ചി പോലെ? ഞാൻ കുറച്ച് പാടും. പാടും. എന്നാ കുറച്ചൊന്ന് പാടി നോക്കട്ടെ. എല്ലാ ജഡ്ജസ് ഒക്കെ ഉള്ള സ്ഥലം. 2 പാട്ടുകൾ പാടും. 2 പാട്ട് പാടുവോ? ആണോ? ഞാൻ ഫസ്റ്റ് സോങ് പാടാൻ പോകുന്നത് മാനസ സഞ്ചാരയുടെ, സെക്കൻഡ് സോങ് പാടാൻ പോകുന്നത് ഗുലേബ റോക്കിംഗ് സോങ്. ഓ ആയിക്കോട്ടെ, മാനസ സഞ്ചാരയെ കേൾക്കാം. മാനസ സഞ്ചാരേ ബ്രഹ്മണി മാനസ സഞ്ചാരേ മദശികി പിഞ്ച अलंकृत चिकुरे मदशिकी पिंच अलंकृत चिकुरे महानी
സഞ്ചരരേ ഇനി എനിക്ക് കാണേണ്ടത് ഒരു ഡാൻസ് ചേച്ചിയായിട്ട്. ഡാൻസ് ഗുലേബ പാട്ട്. ഗുലേബ പാട്ട്. മ്യൂസിക്. திரும்பி போட்டு வாங்குமா டெக்கிலி 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 ஏரியாதா தாங்குமா ஜாலி லாஜும் காணத்தம்மா குலமா குலமா சோகமா 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 ஜாலி லாஜும் காணத்தம்மா மாமா பராமா போய் பாட்டி பண்ணலாமா சோகமா எசினா ஒரு கானா படலாமா நீ வாமா அட ஆலி லைட் ரோஸ் தமா 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 விக்கிலி 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 பனாதன். Thank you. അതിഥി എന്ത് ചെറുതിനെ കൊണ്ടുവരാൻ ടോപ്പ് സിംഗറിൽ നമുക്ക് വേണം. എനിക്ക് തോന്നുന്നു മോള് നമുക്ക് ടോപ്പ് സിംഗറിൽ വേണം. നമുക്കൊരു കാര്യം ചെയ്യാം. ഏതായാലും ഇത്രയായ സ്ഥിതിക്ക് ഇത് എന്തായാലും ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതന്നെ ആ പേരിന്റെ അർത്ഥവത്താക്കിട്ട് തന്നെയാണ് ആ പേരങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ നമുക്ക് മോളെ എന്തായാലും വിടാൻ പറ്റില്ല. നമുക്ക് ഞങ്ങളുടെ ഒരു ആഗ്രഹം, ഞങ്ങളുടെ മാനേജ്മെന്റിന്റെ ഒരു ആഗ്രഹം, മോളെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ടോപ്പ് സിംഗേഴ്സിലേക്ക് എടുത്ത് സ്റ്റാൻഡ് ബൈ ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. ഏത് സമയവും എടുക്കുന്നത്. സന്തോഷായോ? സന്തോഷായി. എന്റെ പ്രിയപ്പെട്ട ടോപ്പ് സിംഗേഴ്സിന്റെ പ്രേക്ഷകർ ഇതിന്റെ അഭിപ്രായം ഞങ്ങളെ എഴുതി അറിയിക്കണം. ഞങ്ങൾ ഈ കുട്ടിയെ വൈൽഡ് എൻട്രി ആയിട്ട് സ്റ്റാൻഡ് ബൈ ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. ഏത് സമയത്തും ഇന്നാകും. ഇതിന്റെ അഭിപ്രായം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അനന്യക്കുട്ടി, ഹലോ മൈ ഡിയർ അനന്യ. ഹലോ. മാനസ സഞ്ചാരി പാടിപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര സ്പിരിച്വൽ ഡിവോഷണൽ പാടി എന്ത് ഭാവമാണ്. ആദ്യം മതി ടടാം തരംബം പരമ്പരം പരമ്പ തരംബ തരംബ പരമ്പരം പര. അത് പാടിയപ്പോ വേറൊരാളാ. ഷോ, ഇതെന്താ മെറ്റമോർഫോസിസ്? ഇതെങ്ങനെ പറ്റുന്നു? ഇതെനിക്ക് പറ്റും. ഇങ്ങനെയുള്ള ഏത് ടൈപ്പ് പാട്ടാണ് ഇഷ്ടം? ഇങ്ങനത്തെ ടൈപ്പ് പാട്ട്. ഇങ്ങനത്തെ ടൈപ്പ് പാട്ട്. ഈ ഡാൻസ് നമ്പേഴ്സ് ഇസ് ഇറ്റ്? ഡാൻസ് നമ്പേഴ്സ് ഒരെണ്ണേ ഉള്ളൂ. ഗുലേബ. ഏത് പാട്ടാണ് അനിയനെ പാടണം എന്ന് ആഗ്രഹിക്കണം അതിഥി? അവളുടെ ഒരു കൊച്ചു സ്വപ്നത്തിൽ നന്നായിട്ട് പാടും. അത് നമുക്ക് ആ കൊച്ചു സ്വപ്നം കേൾക്കണം. 4 വരി കാണാം. അടുത്തരോ? ശ്രുതി വേണം. ഒരു കൊച്ചു സ്വപ്നത്തിൽ ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിരകുമായ വിടുത്തിൻ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിരകുമായ വിടുത്തിൻ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. ഒരു നോക്കു കാണാൻ, ഒരു വാക്കു കേൾക്കാൻ, ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാൻ. ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിരകുമായ വിടുത്തിൻ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ.
കൊച്ചു സ്വപ്നമല്ല കേട്ടോ, ഇതൊരു വളരെ വലിയ സ്വപ്നം. ഞങ്ങളുടെ സ്വപ്നമാണ്. ഞങ്ങളുടെ വ്യൂവേഴ്സിന്റെ സ്വപ്നമായിട്ട് മാറും. ഈ കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ നോക്കി വെച്ചിരിക്കുന്നു. കാരണം എല്ലാ പാട്ടും ഭയങ്കര ലയിച്ച പാട്ടും നല്ലൊരു എക്സ്പ്രഷനും. മോളെ ഏത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയ മോളെ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയി. ഒരേ സ്കൂളിൽ DPS ഡൽഹി പബ്ലിക് സ്കൂൾ. ആ സ്കൂളിലെ പാട്ടുകളൊക്കെ പാടാറുണ്ടോ? സ്കൂളിൽ പാട്ട് പാടാറുണ്ടോ? പറയും. അവരെ എന്നോട് എല്ലാരും ഫ്രണ്ടില് പാടാൻ പറയും. മലയാളം പാട്ടുകളൊക്കെ പാടും. എന്നാലേ എല്ലാരും ക്വൈറ്റ് ആവില്ല, ബിക്കോസ് എല്ലാരും കുറെ മിണ്ടുവാണ് എന്റെ ക്ലാസ്സിൽ. ശരി മോളെ, ശരി, നന്നായിട്ട് പാടി കേട്ടോ. നല്ല കുട്ടി. മോള് കുട്ടി ഇപ്പൊ എന്താ അങ്കിൾമാർ പറഞ്ഞെന്ന് മനസ്സിലായോ? ഇനി ചേച്ചിയുടെ കൂടെ ചിലപ്പോ ഇങ്ങോട്ട് വരേണ്ടി വരും ഇനിയും പാടാൻ. അപ്പൊ ഇനി കൊറേ പാട്ട് പഠിക്കുവോ? നല്ലോണം പഠിക്കും. ചേച്ചിയുടെ കൂടെ ഇരുന്നിട്ട് എനിക്ക് കുറെ സംഗതി എല്ലാം പഠിപ്പിച്ചു. ആണോ? കുറച്ച് കുറുമ്പത്തിയാന്ന മുഖം കാണുമ്പോ മനസ്സിലാവുന്നുണ്ട് വികൃതിയാണെന്നുള്ളത്. ആണോ? അവള് ഒരു കുറുമ്പ് കാണിക്കുമ്പോ അമ്മയും അച്ഛനും try to scold her. അപ്പൊ അവളൊരു മുഖമാക്കും അങ്ങനെ. അപ്പൊ മമ്മിയും ഡാഡിയും വീഴും. മാത്രമേ ഉള്ളൂ അവളെ ചീത്ത പറഞ്ഞു. ചേച്ചി എങ്ങനെയാ നോക്കട്ടെ? എങ്ങനെയാ അമ്മ അച്ഛൻ വഴക്ക് പറയുന്നത്? അമ്മ പറയണത് ആരെ കൂടുതൽ അനുസരിക്കുക? അതെനിക്ക് എത്ര വിശ്വാസമില്ല. വേഗം തന്നെ അനുസരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ she is the one who actually listens to mom. ആണോ? Because she is too matured for her age. ഭയങ്കരമായിട്ട് മിണ്ടും. പിന്നെ മമ്മീനെ ഹെൽപ്പ് ചെയ്യാൻ പോകും, കിച്ചണിൽ പോയിരിക്കും, മമ്മി എന്താ ചെയ്യുന്നതെന്ന് നോക്കും. പിന്നെ മമ്മി വീട് എനിക്ക് കുക്കിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ആണോ? ക്ലീൻ ചെയ്യാനൊക്കെ സഹായിക്കുവോ? ഓ, എന്തൊരു നല്ല കുട്ടിയാണോ. അപ്പൊ ഇനി പോയിട്ട് പാട്ടും പഠിക്കണം ചേച്ചിയുടെ അടുത്ത് കേട്ടോ. ചിലപ്പോ ഓടി വന്ന് ഇവിടെ പാടേണ്ടി വരും. കണ്ടില്ലേ എല്ലാരും പാടുന്നത്? അതേമാതിരി പാടണ്ടേ മെഡിക്കേറ്റ്. അടിപൊളി. ഗോഡ് ബ്ലെസ് യു. ഈ അനന്യക്കുട്ടി ഞാൻ പറഞ്ഞില്ലേ, ചെറിയ സ്വപ്നമല്ല, വലിയ സ്വപ്നമാണ്. ഒരു ടൈറ്റിൽ വിൻ ചെയ്തിട്ടില്ലേ? ടൈറ്റിൽ വിന്നറാ. സൺ സിംഗറിന്റെ വിന്നറാണോ? ആണോ? നമുക്കൊരു സെലിബ്രിറ്റിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? ആ തമിഴ് പാട്ട് ഏതാണ്? വിന്നറായ ദിവസം ഞാൻ 2 പാട്ടുകൾ പാടി. കുമാരി ആണെങ്കിൽ എനിക്ക് ഓർമ്മയില്ല, ശകലക്ക ബേബി ആണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്. ശകലക്ക ബേബി. അതെ, പാടാം. ഇപ്പൊ പാടാം. ശകലക്ക ബേബി, ശകലക്ക ബേബി, ലുക്കു വീഴുത്തോന്നലയാ. ശകലക്ക ബേബി, ശകലക്ക ബേബി, ലവ് பண்ண തോന്നലയാ. No 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 no. Say shakalaka baby, shakalaka baby, look വീഴ്ത്തോന്നലയാ. shakalaka baby, shakalaka baby, love பண்ண തോന്നലയാ. No 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 no. வார்த்தைன்று சொல்ல வீரும் ரோஜா ஒன்று வீசி பார. ஷையோ 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 ஷையோ. நோனு 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 நோ நோனு நோ நோனு நோனு நோ நோனு பப்பு 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 பப்பு. பாயம் என்ன தலை என்ன, உள்ளத்தில் உள்ளது எல்லாம் ரெண்டில் ஒன்று தோற்றால் என்ன. நோனு 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 நோ நோனு நோ நோனு 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 நோ நோனு. Say shakalaka baby, shakalaka baby, look വീഴ്ത്തോന്നലയാ. shakalaka baby, shakalaka baby, love பண்ண തോന്നലയാ. Thank you. லவ் பண்ண தோன்ற என்ன பண்ண முடியும்? லவ் பண்ணணும். ஐயோ, ஐ லவ் யூ. கனவே கனவே புது கனவே, விழிக்கும் போதும் வரும் கனவே, மனம் பறவை போலவே. I love you too. I also love you too. തനിയെ തനിയെ തൊലകിരേ. അതിഥിയുടെ ഗ്രേഡ് അറിയണ്ടേ? അങ്ങേറ്റത്തും തുടങ്ങാം. C for cat അല്ല,
അല്ല. സി ആണോ? അല്ലേ? അല്ല. സി ഇതുവരെ ആർക്കും വന്നിട്ടില്ല. ബി ഫോർ ബാറ്റ്. ബി ഗ്രേഡ് ആണോ? അല്ല. അല്ലേ? ഓക്കെ. അല്ല. ഓക്കെ. എന്തോ ഇത്? ആപ്പിൾ. എ ഗ്രേഡ് ആണ്. കൺഗ്രാജുലേഷൻസ്. A for apple. A for Ananya. A for Ananya. A for Ananya. വെടിക്ക്. A for Aditi. അന്നക്കുട്ടി അതെന്താ നോക്കിയേ? താങ്ക് യു സിത്താര ചേച്ചി. ചില്ലുവയിൽ ചായുമീ വെൺപകൽ തരിമഴ തഴുകിനി എന്നരികെ വന്നുവോ ആദ്യമായി. കണ്ണിറയെ കണ്ടു ഞാൻ നിന്നെയാ നനുവണി ചിരിയിടയിൽ മെയ് മറന്നു നിന്നു ഞാൻ നിന്നിലായി. Cutie the Beauty Soap Top Singer powered by Chungat Jewelry and Lion Cashmere Honey, Medimix Handmade Soap and Lion Cashmere Honey. Cosmetic partner Itex Dazzler Luminous Liquid Makeup. ഇനി പാടാൻ എത്തുന്നത് വൈഷ്ണവി കുട്ടിയാണ്. ടോപ്പ് സിംഗറിൽ നമുക്ക് മറ്റൊരു വൈഷ്ണവിയും കൂടി ഉണ്ട്. സോ ലെറ്റ് മീ വെൽക്കം വൈഷ്ണവി KV. വൈഷ്ണവി, എന്തോ ഇത് ഏത് റൗണ്ടാന്നറിയോ? ഏത് റൗണ്ടാ? ഫേവറേറ്റ് റൗണ്ട്. ആ പറഞ്ഞ പോലെ വയലിൻ ഇല്ലേ അന്ന് ഗിഫ്റ്റ് കിട്ടിയേ? പഠിച്ചു തുടങ്ങിയ വയലിൻ? ആ. എന്തോരം പഠിച്ചു? സരിഗമ അതിന്റെ സരിഗമ പഠിച്ചു എന്നാട്ടോ പറഞ്ഞത്. യെസ്, ജഡ്ജസ് വയലിനെല്ലാം പഠിച്ച് നല്ല സ്മാർട്ടായിട്ട് വന്ന് നിൽക്കുക പെർഫോം ചെയ്യാൻ. സുന്ദരി മണിയായിട്ടുണ്ട് കാണാൻ. എന്തൊരു തിളക്കാണ് ആ കഴുത്തിലും കാതിലൊക്കെ ഇട്ടേക്കണത്. ആരെ പുറപ്പെടിച്ചേ? ഇവിടുത്തെ ആന്റിമാര്. ആണോ? നല്ല ഭംഗിയിട്ട് ഒരു തലയിലൊരു പൂവൊക്കെ വെച്ചേ. ഞാൻ നേരത്തെ കണ്ടു സിത്താര, ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്തെ അവിടെ നിൽക്കുന്നത് കണ്ടു. ഞാനത് കട്ടോണ്ട് ഓടിയാലോ എന്ന് വിചാരിച്ചു. ആ പൂവേ എന്നെ മാടി മാടി വിളിക്കുന്ന പോലെ തോന്നി. എനിക്ക് അടുത്ത ഷൂട്ടിങ്ങിന് വെച്ചോണ്ട് പോകണം. ഞാൻ എടുക്കും. ആ പൂ പോലെ ഭംഗിയായിട്ട് പാടണം കേട്ടാ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഏത് പാട്ടാണ് മോള് കുട്ടി? ചെമ്പരത്തി പൂവേ. ചൊല്ല്. ആരെ കണ്ടോന്ന്? ദേവനെ. ഫേവറേറ്റ് റൗണ്ടിൽ ഞാൻ പാടാൻ പോകുന്നത് ശ്യാമ എന്ന ചിത്രത്തിലെ ചെമ്പരത്തിപ്പൂവേ എന്ന പാട്ടാണ്. നല്ല പാട്ടല്ലേ? എൻ്റെ അമ്മയാണ് എനിക്ക് ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നത്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ടാണ് ഇത്. അതിൽ അഭിനയിച്ച ചേച്ചിയും. ആ ചേച്ചിയുടെ പേര് നദിയ മൊയ്തു. പിന്നെ എനിക്ക് തോന്നുന്നത് എനിക്കും അനിയത്തിക്കൊക്കെ പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കും അമ്മ എനിക്ക് ഈ പാട്ട് ഫേവറേറ്റ് റൗണ്ടിൽ പാടാൻ സെലക്ട് ചെയ്തത്. അമ്മുക്കുട്ടിയേ അടിയേ ഉന്നെ എണ്ണിക്കലഞ്ചേണ്ടി കുട്ടി കുട്ടിയാ കവിത.
എന്തോ ചെമ്പരത്തി പൂവേ ചൊല്ലുന്നുള്ള പാട്ടിലെ പാടിയത്. വൈഷ്ണവിക്ക് ഇഷ്ടമുള്ള പൂ ഏതാ? റോസാപ്പൂ. റോസാപ്പൂ ഇഷ്ടം? എന്താ അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമാണ്. ജഡ്ജസ് എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെയാണ് എങ്ങനെ പാടിയാൽ മതിയായിരുന്നല്ലോ. റോസാപ്പൂവേ ചൊല്ലുന്ന റോസാപ്പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടു, അങ്ങനെ പാടിയാൽ മതി. ചുമ്മാ പറഞ്ഞ മോളെ ഗംഭീര അറ്റംപ്റ്റാണ്, നന്നായിട്ട് പാടി. ചില സംഗതികളൊക്കെ ഒരു പ്രാവശ്യം വരുന്നത്, ചില സ്ലിപ്പുകളൊക്കെ വരുന്നുണ്ടെങ്കിലും ആ അറ്റംപ്റ്റിന് വേണം ഒരു 1000 കയ്യടി. അതാണ് കാരണം ഈ പ്രായത്തിൽ അത് അറ്റംപ്റ്റ് ചെയ്ത് നന്നായിട്ട് പാടുക, ഗംഭീരമായിട്ട് പാടുക. വീണ്ടും ചിലപ്പോൾ പോകുമ്പോൾ അതൊക്കെ പോവും, അതൊക്കെ സ്വാഭാവികം. അതിലൊരു സംഗതി പോയെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ലാണ്. ഇവിടെ നമുക്കേ പോകും 50 സംഗതി ഒരു കാര്യമുണ്ടെങ്കിൽ. അത് കാരണം അതൊന്നും ഒരു പ്രശ്നമേ കിടയാതെ കേട്ടോ, നന്നായിട്ട് പാടി. പിന്നെ ഞാനൊരു കാര്യം അറിഞ്ഞത്, പാട്ടൊക്കെ പോട്ടെ, പാട്ട് മോള് ഗംഭീരമായിട്ട് പാടി, നന്നായിരുന്നു. ഒരു കൈയടി കൊടുക്കൂ എല്ലാവരും. അതൊന്നുമല്ല എനിക്ക് ചോദിക്കണ്ടേ, വൈഷ്ണവിയുടെ ഫ്ലെക്സ് ബോർഡുകൾ ഇങ്ങനെ കേരളം മുഴുവൻ ഇങ്ങനെ നിരക്കുന്നതായിട്ട് അറിഞ്ഞ ശരിയാണോ? എല്ലായിടത്തും അല്ല, എന്റെ വീടിന്റെ അടുത്ത്. വീട്ടിന്റെ മുമ്പിലാണോ അതോ? അല്ല, വീട്ടിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ഒരു 5-6 എണ്ണം. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഞങ്ങളുടെ ഫോട്ടോയും കൂടെ അതിൽ വെക്കുവോ? ആ ഫ്ലെക്സില് എന്റെ ഫോട്ടോ വെക്കുവോ? വെച്ചാൽ കൂടുതൽ മൈലേജ് കിട്ടും കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും മോള് നന്നായിട്ട് പാടി. ഗോഡ് ബ്ലസ് യു. മോളെ എന്തോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടായത്. നല്ലോണം പാടി, രസമായിട്ട് പാടി. അതിനേക്കാൾ കൂടുതൽ ആ ബോഡി മൂവ്മെന്റ് ഉണ്ടല്ലോ, ആ ചലനങ്ങളുണ്ടല്ലോ, അത് കറക്റ്റ് ആ താളത്തിനൊത്ത് നല്ല ഒരു അതാണ് ആ ഒരു ഫീൽ ഉണ്ടല്ലോ നമുക്ക്. ഒരു വരിക്ക് പോലും ആ താളം തെറ്റാതെയുള്ള ആ ചലനങ്ങൾ ഒരു വലിയ ഡാൻസിന്റെ ഫീൽ ഉണ്ടാക്കി. ഇത് നല്ല, അതായത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. അതിൻ്റെ വിഷ്വൽ ആദ്യമായിട്ട് മലയാളത്തിൽ ട്രൈ ചെയ്ത ഒരു സംഗതിയാണ്. ക്യാരക്ടറിൻ്റെ അകത്തുള്ള ഭാവത്തോട് പാടുകയും സംസാരിക്കുകയും ചെയ്യുന്നതായിട്ടാണ്. അത് ബോഡിയിലുണ്ടായിരുന്നു. പിന്നെ നല്ല കുഞ്ഞൊരു ശബ്ദം, അതിൻ്റെ ഒരു ഓമനത്തം കേട്ടിരിക്കാൻ നന്നായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഒരു $1 million സ്മൈൽ ഉണ്ട് ആ ചിരി കഴുത്തി കിടക്കുന്ന ഇതുണ്ടല്ലോ, കഴുത്തി കിടക്കുന്ന മാലയും ചിരി ഒരുപോലെ ഇരിക്കുന്നു. അതെ, അത് മാത്രമല്ല, ഇത് ചെമ്പരത്തി പൂവാണോ ചിരിക്കുന്നത്, അതോ റോസാ പൂവാണോ ചിരിക്കുന്നത്, അതോ സൂര്യകാന്തി പൂവാണോ ചിരിക്കുന്നത്, ഏത് പൂവാണെന്ന് അറിഞ്ഞൂടാ. എല്ലാ പൂവും പോലെ ഇരിക്കുന്നു മോളുടെ ചിരി. അത് ആ കുട്ടൻ നോക്കിയാലേ അറിയാം, ഉടുപ്പിനകത്ത് എല്ലാ പൂവും ഉണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് വന്നതാ? അല്ല, ആണ്. ഞാൻ അങ്ങനെ ആക്കും. തലയിലുണ്ട് ഒരു പൂ. അത് ഞാൻ ഒരുപാട് ഇഷ്ടമുള്ള പൂ. അത് കൊടുക്കുന്നോ? ഋഷിക്ക് തരാന്ന്. അയ്യോടാ മക്കളെ, വേണ്ട, ചുമ്മാ പറഞ്ഞു. താങ്ക് യു. ഭയങ്കര രസമായിട്ട് പാടി. എന്ത് ഓമനയായിട്ടാണ് പാടുക, ഓമനയായിട്ട് പാടിയെന്നാ പറയുന്നത്. മോളെ കാണാനും ഓമനയായിരിക്കുന്നു, പാടുമ്പോഴും ഓമനയായിരിക്കുന്നു, പാട്ടും ഓമനയായിരിക്കുന്നു, പാടിയതും ഓമനയായിരിക്കുന്നു. ഇതിനപ്പുറം എന്താ പറയേണ്ടത്? ചെറിയ സംഗതികളൊക്കെ പോയി എന്ന് പറയുന്നത് ഒരു വലിയ സംഗതിയല്ല. സംഗതി പോട്ടെ, പക്ഷെ അത് സംഗതിക്കപ്പുറമായിട്ട് ആ പാട്ടിന്റെ ഫീലാണ് മോള് ബ്യൂട്ടിഫുൾ ആയിട്ട്. വൈഷ്ണവി കുട്ടി, ഞാൻ എന്താ പറയാ, അസലായിരുന്നു കാണാൻ. ഭയങ്കര പോസിറ്റിവിറ്റിയാണ് മോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കാൻ. എപ്പോഴും ഇങ്ങനെ മുഖത്തേക്ക് നോക്കുമ്പോഴേ കുറവ് ചേച്ചി പറഞ്ഞ മാതിരിയും ചെറു പറഞ്ഞ മാതിരിയൊക്കെ ഇങ്ങനെ ചാഞ്ചാടിയാണ് പാടുന്നത്. ഒരു പൂവ് ഇങ്ങനെ കാറ്റത്താടുന്ന പോലെ ഉണ്ട്. എന്നിട്ട് എപ്പോൾ ഇങ്ങോട്ട് നോക്കിയാലും നമ്മൾ മുഖത്തേക്ക് നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുക. ഒരു പേടിയില്ല, ഒരു ടെൻഷനും ഇല്ല. വെടിക്കി കുട്ടിട്ടാ. ഇതേപോലെ എപ്പോഴും പാടാൻ പറ്റട്ടെ, എല്ലാ സമയത്തും. മോള് വലിയ ആളായാലും ഒക്കെ ഇതേപോലെ പാടാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഇന്ന് വൈഷ്ണവിക്ക് മാർക്കില്ല, ഗ്രേഡും ഇല്ല. എനിക്ക് തോന്നുന്നില്ല. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളെ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം.
പാട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. Congratulations, you are given A grade. വൈഷ്ണവി, A grade ഒക്കെ കിട്ടി ഹാപ്പി ആയില്ലേ? അപ്പൊ ഇനി അടുത്ത റൗണ്ടിൽ കാണാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. The Beauty Soap Top Singer powered by Chungar Jewelry and Lion Cashmere Honeyയിൽ ഇനി വരാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ താരം ശ്രീഭുവൻ. എന്താണ് പോക്കറ്റിൽ? എന്താണ്? കൂളിംഗ് ഗ്ലാസ്. കൂളിംഗ് ഗ്ലാസ്. കൂളിംഗ് ഗ്ലാസ്. ഇത് പോക്കറ്റിൽ ഇടാനുള്ളതാണോ? അതാണ്. ഇപ്പോഴാണ് സ്റ്റൈലായത്. താങ്ക് യു. എന്താണ് പരിപാടി? ഒരു തകർപ്പൻ പാട്ട് പാടാൻ. ഇത് പെർഫോമൻസ് റൗണ്ട് അല്ലേ? തകർപ്പൻ പെർഫോമൻസിലേക്ക് നമുക്ക് പോകാം അല്ലേ? യെസ്. ഹലോ എവ്രി വൺ, ഞാൻ ഇന്ന് എൻ്റെ ഫാസ്റ്റ് നമ്പർ റൗണ്ടിൽ പാടുന്നത് കടമിഴിയിൽ കമലദളം എന്ന അടിച്ചു പൊളി പാട്ടാണ്. അപ്പോൾ എൻ്റെ തകർപ്പൻ ഡാൻസും കൂടി ഉണ്ട്, എല്ലാവരും കാണണം. ഇതുവരെ കണ്ട ശ്രീഭുവിനെ അല്ല നിങ്ങൾ കാണണം. കവിളിനയിൽ സിന്ദൂരം നടന്നാൽ പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം കടമിഴിയിൽ കമലദളം കവിളിനയിൽ സിന്ദൂരം നടന്നാൽ പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം കന്നിപ്പൂമാനത്തെ വെള്ളിക്കിണ്ണം കരളിൽ ഞാൻ നിനക്കായി ഒളിച്ചു വെച്ചു പൂക്കുത്തി കമ്മലിടും പൂത്താരങ്ങൾ സഖിമാരായി നിന്നോടോ തണഞ്ഞു നിന്നു കമലദളം കവിളിനയിൽ സിന്ദൂരം നടന്നാൽ പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം.
കവിളിനയിൽ സിന്ദൂരം. നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്നാരം. കടമിഴിയിൽ കമലദളം കവിളിനയിൽ സിന്ദൂരം. നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്നാരം. എന്തായിരുന്നു ഇവിടെ? ഡാൻസും പാട്ടും. ആദ്യം തന്നെ നല്ല എനർജറ്റിക് ആയിട്ട് കളിച്ച ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒരു ക്ലാപ്പ് കൊടുക്കണ്ടേ? ജഡ്ജസ് കടമഴിയിൽ കമലദളം ശ്രീ ഭുവൻ, എന്താ ഇത്? തകർത്തു, അരങ്ങ് തകർത്തു, തകർത്തു തരിപ്പണമായി. പൊളിച്ചടുക്കി ഇടൂ. മുണ്ടാത്തിട്ട് ഇത്തരം മുട്ടിപ്പോയല്ലേ മോനെ. ഡാൻസിനൊക്കെ ഇങ്ങനൊക്കെ തന്നെ വേണം. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. മോനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വേണമെങ്കിൽ ചെറിയ മീശയൊക്കെ വെച്ച് വെച്ചോ. കൂളിംഗ് ഗ്ലാസ് വെച്ചോ. മുണ്ട് മടക്കി കെട്ടിക്കോ. ആ മുണ്ട് മടക്കി കെട്ടിക്കോ. നല്ല ഒരു ഇതുണ്ട്. അടിപൊളി മോനെ. നന്നായി ഡാൻസ് ചെയ്തിട്ട് നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഡാൻസേഴ്സും എല്ലാം കൊണ്ടും കിടു. മോൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് റിതം ആണ്, ഫുൾ ഓഫ് മെലഡി, ഫുൾ ഓഫ് മ്യൂസിക്. എന്തൊക്കെ വേണോ അതെല്ലാം ഒന്നിച്ച് ഇങ്ങനെ ശ്രീഭുവനായിട്ട്. അതാണ് ഭുവനം, ദ മ്യൂസിക് വേൾഡ് എന്നാണ് അല്ലേ? മ്യൂസിക്കിന്റെ ഭുവനമായിട്ട് മാറണം കേട്ടാ. ഓക്കെ, ശ്രീമാരായിട്ട് ചോദിച്ച പോലെ അവിടെയൊക്കെ ഒരു പെർഫോമറായിട്ട് ധൈര്യമായിട്ട് നിൽക്കണം കേട്ടോ. വിട്ടുകൊടുക്കാൻ പാടില്ല ആരായാലും, എത്ര വലിയ ആൾക്കാരായാലും. നമ്മൾ പെർഫോം ചെയ്ത് നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കണം കേട്ടോ. അവനിപ്പോഴും വിറയ്ക്കുന്നുണ്ട്. മോനെ ചുമ്മാ പറഞ്ഞു എനിക്കും തരണം ഉമ്മ. അല്ല മൈക്കിന്റെ ശ്രീഭുവൻ, സിത്താര ചേച്ചിക്കും ഉർവശി ആന്റിക്കും ഇല്ലേ ഉമ്മ? ഇല്ല. സിത്തിന് അത് തന്നെ വേണം. വെരട്ടി പെട്ടെന്ന് അങ്ങ് വരണ്ടു പോരുത് കേട്ടോ. അത് അപ്പം ഗ്രേഡ് അറിയണ്ടേ? ബി സി എന്നുള്ളതിന്റെ ബി ഉണ്ട്, ബി പ്ലസ് ഉണ്ട്, എ ഉണ്ട്, എ പ്ലസ് ഉണ്ട്. എ പ്ലസ് പോയി, ബി പ്ലസ് പോയി, ബി പോയി, എ പോയി, അല്ലെങ്കിൽ എ പോയി, ബി പോയി, ബി പ്ലസ് പോയി, എ പ്ലസ് പോയി. ഏതായിരിക്കും? തരുന്നൊരു കിളി പറന്നു പോയി. കൺഫ്യൂഷനായി മൊത്തം. കൺഫ്യൂഷനായി അല്ലേ? കണ്ടോ ചേട്ടാ, ശ്രീഭുവൻ എ ഒഴിവാക്കല്ലേ ചേട്ടാ പ്ലീസ്. ഒഴിവാക്കരുത് പ്ലീസ്, ഒഴിവാക്കരുത്. ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവൻ കൊടുക്കും ഞാൻ. എന്റെ പ്രിയപ്പെട്ട സെക്കൻഡ്. അപ്പൊ ഇപ്പൊ തന്നെ തന്നോളൂ. അപ്പൊ മോന് ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്നിട്ട് ഐശ്വര്യമായിട്ട് ഇന്നാ പിടിച്ചോ ഒരു എ. കൺഗ്രാറ്റുലേഷൻ. கண்கள் கோத்து கொண்டு வாழ்வின் எல்லை சென்று ஒன்றாக வாழலாம். അപ്പോ നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ആരാന്ന് അറിയണ്ടേ? ജഡ്ജസ്, ബെസ്റ്റ് പെർഫോമർ ആരാണ്? എന്ത് തോന്നുന്നു? നാല് പെർഫോമൻസ് നമ്മൾ കണ്ടോണ്ടിരിക്കുക. ആർക്ക് കൊടുക്കണം എന്നാണ് മനസ്സിൽ തോന്നുന്നത്?
ഞാൻ പറയുന്ന ആൾക്ക് കൊടുക്കുവോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞങ്ങളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളെല്ലാവരും ചേർന്നിട്ടൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ആർക്ക് കൊടുക്കണം? ഒരു 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 ഐഡിയ പറയും. എനിക്ക് 4 പേരെ ഇഷ്ടം. അല്ല, അങ്ങനെ അത് വേണ്ട. എന്നാലും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എന്തോ അങ്ങനെ പറയാൻ പാടില്ല. എല്ലാവരും ടാലന്റ് ആണല്ലേ. വിഷമിപ്പിക്കരുതല്ലേ? അതെ, മനസ്സിൽ തോന്നിയ ഞാൻ പറയാം. എനിക്ക് ഫേസ് റീഡിംഗ് ഉണ്ട്. ശരിക്കും എനിക്കറിയാം ഇപ്പൊ എന്താണ് മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അറിയാം. എന്നെ ഇട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. സത്യമായിട്ടും. പ്ലീസ് പറയൂ. ശ്രീഭുവൻ. ശ്രീഭുവൻ കമലദളം കവിളിനയിൽ സിന്ദൂരം നടന്നാൽ പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം. All the best. God bless you. Okay. நீயும் நானும் அன்பே கண்கள் கோர்த்து கொண்டு வாழ்வின் எல்லை சென்று ஒன்றாக வாழலாம். ஆயுள் காலம் யாவும் அன்பே நீயே போதும். இமைகள் நான்கும் போர்த்தி இதமாய் நாம் தூங்கலாம்.